Friends, in this video we are discussing of financial derivatives, forward, future, options and swaps. ഈ നാലെണ്ണമാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫോർവേഡ്. എന്താണ് ഫോർവേഡ്? കോൺട്രാക്റ്റ് ഇൻ വിച്ച് വൺ പാർട്ടി കമ്മിറ്റ്സ് ടു ബൈ ആൻഡ് ദ അതർ പാർട്ടി കമ്മിറ്റ്സ് ടു സെൽ എ സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി ഓഫ് അസറ്റ് ഫോർ എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് അറ്റ് എ സ്പെസിഫിക് ഡേറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഏറ്റവും ഓൾഡായിട്ടുള്ളതും ഫീച്ചേഴ്സ് അല്പം കുറഞ്ഞതുമായ ആദ്യം വന്ന ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവാണ് ഫോർവേഡ്. ഇറ്റ് ഈസ് എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ്. കാരണം ദ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ് ആർ എഗ്രീഡ് അപ്പോൺ ബൈ ദ ഇൻഡിവിജ്വൽ പാർട്ടീസ്. ഇതൊരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റാണ്. ഏത് സെൻസിലാണ് കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണെന്ന് പറയുന്നത്? ദ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ് ആർ എഗ്രീഡ് അപ്പോൺ ബൈ ദ ഇൻഡിവിജ്വൽ പാർട്ടീസ്. ഇറ്റ് ഈസ് ട്രേഡഡ് ഓൺ OTC, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് ട്രേഡഡ് ഓൺ OTC. അങ്ങനെയുള്ള ഒരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റാണ് ഫോർവേഡ്. ഇവിടെ ഒരു പാർട്ടി കമ്മിറ്റ്സ് ടു ബൈ, അതർ പാർട്ടി കമ്മിറ്റ്സ് ടു സെൽ. ഓർഡിനറി ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്, ഡെറിവേറ്റീവാണ്. ഒരാൾ വാങ്ങാനും മറ്റേയാൾ വിൽക്കാനും ബാധ്യസ്ഥനാണ്. സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി ഓഫ് അസറ്റ് for a predetermined price at a specific date in the future. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേറ്റീവ്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഫോർവേഡ്. ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്സ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കൂടി വരും. ഓക്കെ, സ്റ്റാൻഡർഡൈസേഷൻ കൂടി വരുന്ന ഡെറിവേറ്റീവ്സിൻ്റെ രൂപങ്ങളാണ് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ് എന്നൊക്കെ പറയുന്നത്. ആദ്യത്തേതാണ് ഫോർവേഡ്. കോൺട്രാക്റ്റ് ഇൻ വിച്ച് വൺ പാർട്ടി കമ്മിറ്റ്സ് ടു ബൈ and other party commits to sell a specified quantity of asset for a predetermined price at a specific date in the future. കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണെന്ന് ഓർമ്മിക്കുക. കാരണം ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ് ആർ എഗ്രീഡ് അപ്പോൺ ബൈ ദ ഇൻഡിവിജ്വൽ പാർട്ടീസ്. ഓക്കെ, ഇനി റിസ്ക് ഇൻ ഫോർവേഡ് കോൺട്രാക്റ്റ്. ഈ ഫോർവേഡ് കോൺട്രാക്റ്റിലെ റിസ്കുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഡസ് ദ അതർ പാർട്ടി ഹാസ് ദ മീൻസ് ടു പേ. കരാറിലെ അതർ പാർട്ടീസിന് കരാർ നിർവഹണത്തിന് സാധ്യമാണോ എന്നുള്ള ഒരു റിസ്ക്, ആ ഒരു അൺസർട്ടനിറ്റി, അതാണ് ക്രെഡിറ്റ് റിസ്ക്. ദെൻ ഓപ്പറേഷണൽ റിസ്ക്. വിൽ ദ വൺ പാർട്ടി മേക്ക് ഡെലിവറി ആൻഡ് വിൽ ദ അതർ പാർട്ടി ആക്സെപ്റ്റ് ഡെലിവറി എന്നുള്ള ഒരു റിസ്ക്, ഒരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അതാണ് ഓപ്പറേഷണൽ റിസ്ക്. ഓരോ ആളും റിസീവ് ചെയ്യാനും ഡെലിവറി ചെയ്യാനും തയ്യാറാണോ എന്നുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ടല്ലോ, അതാണ് ഓപ്പറേഷണൽ റിസ്ക്. ദെൻ ലിക്വിഡിറ്റി റിസ്ക്. ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഐദർ പാർട്ടി വാണ്ട്സ് ടു ഓപ്റ്റ് ഔട്ട് ഓഫ് ദ കോൺട്രാക്റ്റ്, ഹൗ ടു ഫൈൻഡ് അനദർ കൗണ്ടർ പാർട്ടി എന്നുള്ള റിസ്ക്കാണ് ലിക്വിഡിറ്റി റിസ്ക്. ഒരാൾ കരാറിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ എന്താണ്, പുതിയൊരാളെ, കൗണ്ടർ പാർട്ടിയെ കണ്ടെത്താനുള്ള ഒരു റിസ്ക് ഉണ്ടല്ലോ, ആ ഒരു ചോദ്യമാണ് ലിക്വിഡിറ്റി റിസ്ക് എന്നുള്ളത്. ഇതൊക്കെയാണ് റിസ്ക് ഇൻ ഫോർവേഡ് കോൺട്രാക്റ്റ്. ക്രെഡിറ്റ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക് ആൻഡ് ലിക്വിഡിറ്റി റിസ്ക്. ഓക്കെ, രണ്ടാമത്തെ ഡെറിവേറ്റീവാണ് ഫ്യൂച്ചേഴ്സ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ രണ്ടാമത്തത് ഫ്യൂച്ചേഴ്സ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർവേഡ് കോൺട്രാക്റ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റ് തന്നെ അല്പം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് ഫ്യൂച്ചേഴ്സ്. ഇറ്റ് ഈസ് ട്രേഡഡ് ഓൺ എൻ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച്. OTC അല്ല, ഇറ്റ് ഈസ് ട്രേഡഡ് ഓൺ എൻ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച്. Future contracts are standardized for quality and quantity to facilitate trading. Quality and quantity. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഒക്കെ ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ഫോർ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ടു ഫെസിലിറ്റേറ്റ് ട്രേഡിംഗ്. കൂടുതൽ ആളുകൾ അട്രാക്ഷൻ ഉണ്ടാകാൻ വേണ്ടി ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഡെറിവേറ്റീവിൻ്റെ രൂപമാണ് ഫ്യൂച്ചർ. ഫെസിലിറ്റേറ്റ് ട്രേഡിംഗ്. ഫ്യൂച്ചേഴ്സ് ആർ യൂസ്ഡ് ടു ഹെഡ്ജ് ദ പ്രൈസ് മൂവ്മെൻറ്റ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് ടു ഹെൽപ്പ് പ്രിവെൻറ്റ് ലോസസ് ഫ്രം അൺഫേവറബിൾ പ്രൈസ് ചേഞ്ചസ്. ഫ്യൂച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടാണ്. റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി. ഏത് റിസ്ക്? പ്രൈസ് മൂവ്മെൻറ്റ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി അന്തർബൈ അങ്ങനെ ഹെഡ്ജ് ചെയ്യുമ്പോൾ എന്താണ് നേട്ടം? പ്രിവെൻറ്റ് ലോസസ് ഫ്രം അൺഫേവറബിൾ പ്രൈസ് ചേഞ്ചസ്. ഓക്കെ, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഏതൊക്കെ ആവാം? സ്റ്റോക്ക് ട്രേഡിംഗ് ആവാം, കമ്മോഡിറ്റി ട്രേഡിംഗ് ആവാം, ഇൻഡെക്സ് ട്രേഡിംഗ് ആവാം.
സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡീൽസ് വിത്ത് ഷെയർസ്. കമ്മോഡിറ്റി ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഡീൽസ് വിത്ത് ഗോൾഡ്, ക്രൂഡ് ഓയിൽ എക്സെട്ര. ഇൻഡെക്സ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡൈസസ്. ഓക്കെ, ഇതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. സ്റ്റാൻഡർഡൈസ്ഡ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ്. ഇറ്റ് ഈസ് ട്രേഡഡ് ഓൺ ആൻ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച്. ഇനി മൂന്നാമത്തതാണ് ഓപ്ഷൻസ്. സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ് ഓപ്ഷൻസ്. ഇതിൻ്റെ ഫീച്ചർ എന്താണ്? ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ദാറ്റ് ഗിവ് the holder of an option the right but not obligations to buy or sell specified quantity of underlying asset at a particular price on or before a specified period. Okay, ഇതാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ്. റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻസ്. അണ്ടർലൈൻ ദ സെൻറ്റൻസ്. റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻസ്. ഇതാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ്. ഭാവിയിൽ അണ്ടർലൈങ് അസറ്റ്, സെർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് അണ്ടർലൈങ് അസറ്റ് വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഒരു റൈറ്റ്, നോട്ട് ഒബ്ലിഗേഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ. ഓപ്ഷൻ കോൺട്രാക്റ്റ് രണ്ട് തരത്തിലുണ്ട്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. എന്താണ് കോൾ ഓപ്ഷൻ? കോൾ ഓപ്ഷൻസ് ഗിവ് ദ ബയർ ഓർ ദ ഹോൾഡർ എ റൈറ്റ്, നോട്ട് ദ ഒബ്ലിഗേഷൻ, ടു ബൈ എ ഗിവൺ ക്വാണ്ടിറ്റി. ടു ബൈ, കോൾ ഓപ്ഷൻ ബൈ, വാങ്ങാനുള്ള റൈറ്റാണ് നൽകുന്നത്. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒബ്ലിഗേഷൻ ഇല്ല, റൈറ്റ് ആണ്. എന്നാൽ കോൾ ഓപ്ഷൻ ആകുമ്പോൾ റൈറ്റ് ടു ബൈ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് അറ്റ് എ ഗിവൺ പ്രൈസ്. ദെൻ പുട്ട് ഓപ്ഷൻ ആകുമ്പോൾ എന്താണ്? ഇറ്റ് ഗിവ്സ്, പുട്ട് ഓപ്ഷൻസ് ഗിവ് the holder a right but not the obligation to sell a given quantity of the underlying asset at a given price by paying a premium. അപ്പോൾ ഇവിടെ പുട്ട് ഓപ്ഷൻ ആകുമ്പോൾ റൈറ്റ് ടു സെൽ ആണ്. ഓക്കെ, ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒബ്ലിഗേഷൻ ഇല്ല. ഇതാണ് പ്രധാനപ്പെട്ട ഓപ്ഷൻസിൻ്റെ ടൈപ്പുകൾ. ഇനി അതർ ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് ആർ യൂറോപ്യൻ സ്റ്റൈൽ ഓപ്ഷനും അമേരിക്കൻ സ്റ്റൈൽ ഓപ്ഷനും. ഇങ്ങനെയും ഓപ്ഷനെ തരംതിരിക്കാം. യൂറോപ്യൻ സ്റ്റൈൽ ഓപ്ഷനും അമേരിക്കൻ സ്റ്റൈൽ ഓപ്ഷനും. യൂറോപ്യൻ സ്റ്റൈൽ ഓപ്ഷൻ ആകുമ്പോൾ ഇറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റ് ഓഫ് ദ ഓപ്ഷൻ. ഓപ്ഷൻ്റെ ആ മെച്യൂരിറ്റി ഡേറ്റിൽ മാത്രമേ യൂറോപ്യൻ സ്റ്റൈൽ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അമേരിക്കൻ സ്റ്റൈൽ ഓപ്ഷൻ ക്യാൻ ബി എക്സസൈസ്ഡ് അറ്റ് എനി ടൈം ഓൺ ഓർ ബിഫോർ ദ എക്സ്പയറി ഡേറ്റ്. ഓക്കെ, ഇതാണ് ഓപ്ഷൻസ്. ദ നെക്സ്റ്റ് ഈസ് സ്വാപ്പ്. വാട്ട് ഈസ് സ്വാപ്സ്? A derivative contract through which two parties exchange the cash flows from two different financial instruments. രണ്ട് വ്യത്യസ്തങ്ങളായ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ ആണ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ്, അങ്ങനെയുള്ള ഒരു ഡെറിവേറ്റീവ് സിസ്റ്റമാണ് സ്വാപ്സ് എന്നറിയപ്പെടുന്നത്. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റാണ് സ്വാപ്സ്. അണ്ടർ വിച്ച്, ത്രൂ വിച്ച് two parties exchange the cash flows from two different financial instruments. ഓക്കെ, ഈ സ്വാപ്സിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉദ്ദേശം, ഇങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ദ ക്യാരക്ടർ ഓഫ് ആൻ അസറ്റ് വിത്തൗട്ട് ലിക്വിഡേഷൻ. ചേഞ്ച് ദ ക്യാരക്ടർ ഓഫ് ആൻ അസറ്റ് വിത്തൗട്ട് ലിക്വിഡേഷൻ. സ്വാപ്പിൻ്റെ പേർപ്പസ് അതാണ്, ചേഞ്ച് ദ ക്യാരക്ടർ ഓഫ് ആൻ അസറ്റ് വിത്തൗട്ട് ലിക്വിഡേഷൻ. സ്വാപ്സ് രണ്ട് തരത്തിലാവാം, ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പും കറൻസി സ്വാപ്പും. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ഉണ്ട്, കറൻസി സ്വാപ്പ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ബേസ് ചെയ്യുന്നത്? ഈ ക്യാഷ് ഫ്ലോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അവിടെ ഒരു ബേസായിട്ട് വരുന്നത് നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഹിയർ ഇൻ കേസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ്, എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോസ് ബേസ്ഡ് ഓൺ എ നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് in order to hedge against interest rate risk. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്യാഷ് ഫ്ലോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്തടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. എന്നാൽ കറൻസി സ്വാപ്പ് ആകുമ്പോൾ അതേപോലെയല്ല. അൺലൈക്ക് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്, ദ പ്രിൻസിപ്പൽ ഈസ് നോട്ട് എ നോഷണൽ എമൗണ്ട്. ഇവിടെ പ്രിൻസിപ്പൽ നോഷണൽ എമൗണ്ട് അല്ല, ഇറ്റ് ഈസ് എക്സ്ചേഞ്ച്ഡ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻസ്. അതാണ് വ്യത്യാസം. കറൻസി സ്വാപ്പ് ആകുമ്പോൾ ഇറ്റ് ഈസ് എക്സ്ചേഞ്ച്ഡ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻസ്. Okay, these are details about swap.
Okay, these are the various financial derivatives.